ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് ബറാത്ത് സ്പെഷ്യലായിട്ടുള്ള ഗോതമ്പ് പായസത്തിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവർക്കും അറിയുന്നത് തന്നെ ആയിരിക്കും. എന്നാലും നമുക്ക് ഈസി ആയിട്ടും അതേപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടും എങ്ങനെ ഉണ്ടാക്കാമെന്നാണ് ഇന്ന് കാണിക്കുന്നത്. ഈ വീഡിയോ ഞാൻ എടുത്തു വെച്ചിട്ട് 2-3 ദിവസമായിട്ട് എഡിറ്റ് ചെയ്യാൻ ലേറ്റ് ആയിപ്പോയതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യം നമുക്ക് കടലപ്പരിപ്പ് കുതിർത്ത് വെക്കണം. ഇതിന് മെയിനായിട്ടും കടലപ്പരിപ്പ് വേണം, എന്നാലാണ് നമ്മുടെ ഈ ഒരു പായസത്തിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ നമുക്ക് ഒരു 1/4 കപ്പ് കടലപ്പരിപ്പ് ആദ്യം ഒന്ന് കഴുകി ക്ലീൻ ആക്കി എടുത്തതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ഒരു മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇനി നമുക്ക് ഗോതമ്പും കുതിർത്ത് വെക്കാം. ഗോതമ്പ് ഇപ്പോൾ ഞാൻ 2.5 കപ്പാണ് എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ വേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ട് എടുക്കാം. അപ്പോൾ നമ്മൾ അത് ഒരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് നല്ലോണം കഴുകി ക്ലീൻ ആക്കി എടുത്തിട്ട് അതിൽ നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് കുതിർത്ത് വെക്കാം. പിന്നെ നമ്മൾ ഗോതമ്പ് എടുക്കുമ്പോഴേ ഇതേപോലത്തെ കുത്തിയ ഗോതമ്പ് തന്നെ എടുക്കാൻ വേണ്ടി നോക്കണേ. അപ്പോൾ നമ്മൾ ഷോപ്പിൽ പോയിട്ട് അങ്ങനെ തന്നെ പറഞ്ഞാൽ മതി, കുത്തിയ ഗോതമ്പ് എന്ന് പറഞ്ഞിട്ട് വാങ്ങിയാൽ ഇതേപോലത്തെ ഗോതമ്പ് കിട്ടും. സാധാ ഗോതമ്പ് എടുക്കരുത് കേട്ടോ, അതിൽ ഫുള്ള് തോലുണ്ടാവും. ഇതിലങ്ങനെ തൊലി ഉണ്ടാവില്ല, തൊലിയൊന്നും ഇല്ലാത്ത നല്ല ഗോതമ്പാണ്. ഇപ്പം നമ്മൾ അലസെല്ലാം ഉണ്ടാക്കുന്നില്ലേ, അപ്പോൾ ആ ഗോതമ്പാണ് കേട്ടോ ഇത്. അപ്പോൾ നമ്മൾ അതും കുതിർത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് തേങ്ങാപ്പാൽ എടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് തേങ്ങ എടുക്കാം. ഇതിപ്പം ഒരു തേങ്ങയും ഒരു തേങ്ങൻ്റെ പകുതിയാണ് കേട്ടോ എടുത്തത്. അപ്പോൾ അത് നമുക്ക് മിക്സിൻ്റെ ജാറിലേക്ക് ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ തേങ്ങയിലേക്ക് നമുക്കിനി ഒരു 3 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. നന്നായിട്ട് അടിച്ചെടുത്തതിന് ശേഷം നമുക്ക് ഇതൊരു അരിപ്പയിലേക്ക് ഇട്ടിട്ട് ഇതിൻ്റെ പാലെടുത്ത് വെക്കാം. അത് നമ്മളിപ്പോൾ ആദ്യം 1ാമത്തെ പാലെടുത്ത് വെക്കുകയാണ് കേട്ടോ. നിങ്ങൾ അരിപ്പയിലല്ലെങ്കിൽ നല്ലൊരു കോട്ടൻ്റെ തുണി എടുത്തിട്ട് അതിലേക്ക് ഒഴിച്ചിട്ട് നല്ലോണം പിഴിഞ്ഞിട്ട് എടുത്ത് വെച്ചാൽ മതി. ഞാനിതിപ്പോൾ ഇതേപോലെ ഇങ്ങനെ അരിപ്പയിലിട്ടിട്ട് സ്പൂണോട് നല്ലോണം പ്രസ്സാക്കിയിട്ട് ഇതാ ഇങ്ങനെയാണ് എടുത്ത് വെക്കുന്നത്. അപ്പോൾ ഇതാ നമ്മുടെ 1ാം പാൽ റെഡി ആയിട്ടുണ്ട്. അത് നമുക്ക് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. അപ്പോൾ നമ്മളിതാ 1ാം പാൽ റെഡിയാക്കി. ഇനി നമുക്ക് 2ാം പാൽ റെഡിയാക്കാം. അപ്പോൾ അതിന് നമ്മൾ ഈ ബാലൻസ് വന്ന തേങ്ങൻ്റെ മിക്സ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിൽ 3 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഒന്നും കൂടി അടിച്ചെടുക്കാം. അപ്പോൾ നന്നായിട്ട് അടിച്ചെടുത്താൽ നമുക്ക് നന്നായിട്ട് പാൽ ഇളകി കിട്ടും. അപ്പോൾ ഇതേപോലെ അടിച്ചെടുത്തതിന് ശേഷം നമുക്ക് ഇത് വേറൊരു പാത്രത്തിലേക്ക് അരിച്ചിട്ട് മാറ്റി വെക്കാം. എന്നിട്ട് ബാലൻസ് വരുന്നത് ഒന്നും കൂടി നമുക്ക് 3 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് അടിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ടോട്ടൽ എടുത്തത് 6 കപ്പ് 2ാം പാലും 3 കപ്പ് 1ാം പാലും ആണ്. അപ്പോൾ അത് നമുക്ക് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. അപ്പോൾ ഇനി നമുക്ക് കടലപ്പരിപ്പ് വേവിക്കാൻ വേണ്ടിയിട്ട് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. അതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് അടച്ചു വെച്ചിട്ട് ഒരു വിസിലടുപ്പിക്കാം. ഒറ്റ വിസിൽ മാത്രം മതി, അപ്പോഴത്തേക്കിനെ ഇത് വെന്ത് കിട്ടും കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ ഇത് റെഡിയാക്കിയിട്ട് ഒരു സ്റ്റൈനറിലേക്ക് ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഗോതമ്പ് വേവിക്കാൻ വേണ്ടിയിട്ട് വെക്കാം. അപ്പോൾ ഗോതമ്പിലെ വെള്ളമെല്ലാം മാറ്റിയതിന് ശേഷം നമുക്ക് കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ച 2ാം പാലില്ലേ അത് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിപ്പോൾ ഫുള്ളായിട്ട് ഇതിൽ കൊള്ളുന്നില്ല, അതുകൊണ്ട് ഞാൻ കുറച്ച് ബാക്കി വെച്ചിട്ടാ. ഇത് നമുക്ക് ലാസ്റ്റ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇനി നമുക്ക് ഇത് മൂടി വെച്ചിട്ട് കുക്ക് ചെയ്യാം. ഉപ്പ് ഞാനിപ്പോൾ ചേർക്കുന്നില്ല, നമുക്ക് ലാസ്റ്റ് കുറച്ച് ഉപ്പിട്ട് കൊടുക്കണം. ഗോതമ്പ് നമുക്ക് 5-6 വിസിലടുപ്പിച്ച് വേവിച്ചതിന് ശേഷം വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇതിലേക്ക് ഇനി നമുക്ക് ബാക്കിയുള്ള പാലും ചേർക്കണം, പഞ്ചസാരയൊക്കെ ചേർക്കാനുണ്ടല്ലോ. അപ്പോൾ കുറച്ച് വലിയ പാത്രത്തിലാക്കിയാൽ നമുക്ക് കുറച്ച് സൗകര്യമാവും. അപ്പോൾ ഇതേപോലെ കുറച്ച് വലിയ പാത്രത്തിലാക്കിയതിന് ശേഷം നമുക്കിനി 1ാം പാൽ ഒഴിച്ചു കൊടുക്കാം. പിന്നെ നേരത്തെ കുറച്ച് ബാലൻസ് വന്ന പാലുണ്ട്, അപ്പോൾ അതും കൂടി അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം. എന്നിട്ട് നമുക്കിനി ഷുഗർ ചേർത്ത് കൊടുക്കണം. ഞാനിപ്പോൾ 2 കപ്പ് പഞ്ചസാരയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. ഇതേ പായസം തന്നെ 2 രീതിയിൽ ഉണ്ടാക്കാം. ശർക്കര വെച്ചിട്ടും ചെയ്യാം, പഞ്ചസാര വെച്ചിട്ടും ചെയ്യാം. നമ്മളിപ്പോൾ ഇതിൽ 2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് മധുരം ബാലൻസ് ചെയ്യാൻ കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് മിക്സ് ആക്കിയിട്ട് കൊടുക്കുക. ഇനി നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി. 1ാം പാൽ ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ തിളപ്പിക്കണമെന്നില്ല, നമ്മൾ ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കണം. ഇനി ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ടൊന്ന് സെറ്റായിട്ട് വരണം. അപ്പോൾ അതുവരെ നമുക്ക് അതവിടെ വെക്കാം. പഞ്ചസാരക്ക് പകരം വേണമെങ്കിൽ നിങ്ങൾക്ക് ശർക്കര മെൽട്ടാക്കിയിട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ അതവിടെ സെറ്റാക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്കിനി ചേർത്ത് കൊടുക്കേണ്ടത് നമ്മൾ വേവിച്ച് വെച്ച കടലപ്പരിപ്പാണ്. അപ്പം അതും കൂടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ലാസ്റ്റായിട്ട് കുറച്ച് ഏലക്കാപ്പൊടി കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒന്ന് മിക്സ് ആക്കിയിട്ട് കൊടുക്കാം. അപ്പോൾ ഇപ്പം തന്നെ നമ്മുടെ പായസം നല്ല കളർഫുൾ ആയിട്ടുണ്ടല്ലേ. ഇനി ലാസ്റ്റ് നമ്മൾ കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടി വറുത്ത് കോരി ഇട്ട് കൊടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കൊരു പാത്രം അടുപ്പിലേക്ക് വെച്ചിട്ട് അതിൽ 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കാം. നെയ്യ് ചൂടായി കഴിഞ്ഞാൽ നമുക്ക് അതിൽ കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയെല്ലാം ഇട്ട് വറുത്തതിന് ശേഷം
പായസത്തിലേക്ക് ഇട്ടിട്ട് ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം. അങ്ങനെ ഇതാ നമ്മുടെ പായസം റെഡിയായി. ഗോതമ്പ് പായസം നല്ല ഫേമസ് ആണ് കേട്ടോ. നമ്മൾ ഈ ബറാത്ത് വരുന്ന സമയത്തെല്ലാം എന്തായാലും എല്ലാ വീട്ടിലും ഉണ്ടാക്കും. ചില ആൾക്കാർ കായ്ക്കറി ഉണ്ടാക്കും. കായ്ക്കറി എന്ന് പറയുന്നത് കായ് പായസമാണ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് തന്നെ ശർക്കര ചേർത്തിട്ടും ഉണ്ടാക്കും. അപ്പോൾ നമ്മുടെ ബറാത്ത് സ്പെഷ്യൽ ആയിട്ടുള്ള പായസമാണ്. അടിപൊളി ടേസ്റ്റാണ്. ഇതുവരെ ഉണ്ടാക്കി നോക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ, എന്തായാലും ഇഷ്ടമാവും. അപ്പോൾ ഇന്നത്തെ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്നും പറയുന്ന പോലെ തന്നെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഓൾ എന്ന ഭാഗം സെലക്ട് ചെയ്ത് വെക്കുക. അതേപോലെ തന്നെ ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ ഫോളോ ചെയ്യാൻ മറക്കരുതേ.